എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയൊടിലേക്ക് സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികൾ കാത്തിരുന്ന കുറച്ച് അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ട്. വിശദമായ അപ്ഡേറ്റിലേക്ക് തന്നെ നടക്കാം. ആദ്യമായി ടീച്ചർ കാണുന്ന വിദ്യാർത്ഥിനികൾ തീർച്ചയായും പഠിക്കേണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്തപ്പം നോട്ടിഫിക്കേഷൻ ബില്ലുകളുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന തീർച്ചയായും കൂടി ചെയ്തോ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം. അതുപോലെ നമ്മുടെ ചാനൽ വാട്സ്ആപ്പ് ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് തന്നെ വളരെ സുപ്രധാനവും വളരെ പ്രധാനമറിയുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികൾ കാത്തിരുന്ന കുറച്ച് അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ട്. ഒന്നാമത്തെ തന്നെയാണ് ഇന്റർ യൂണിവേഴ്സിറ്റി ട്രാൻസ്ഫർ. അതായത് വിദ്യാർത്ഥികൾക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലേക്ക് വിദ്യാർത്ഥികൾക്ക് എന്ത് ചെയ്യാം, മറ്റ് സർവകലാശാലകൾ കേരളത്തിലെ മറ്റ് സർവകലാശാലകളായ കേരള യൂണിവേഴ്സിറ്റി, അതുപോലെ തന്നെ കണ്ണൂർ, അതുപോലെ തന്നെ MG യൂണിവേഴ്സിറ്റികളിലൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലേക്ക് ഡിഗ്രി പ്രവേശനത്തിനായിട്ട് ഇപ്പോൾ അപേക്ഷിക്കാം. ഡിഗ്രി പ്രവേശനത്തിനായിട്ട് കഴിഞ്ഞാൽ തേർഡ് സെമസ്റ്ററിലേക്കുള്ള ട്രാൻസ്ഫറിനായിട്ട് ഇപ്പോൾ അപേക്ഷിക്കാം. ഓഗസ്റ്റ് 4 വൈകിട്ട് 5 മണി വരെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. SC/ST വിദ്യാർത്ഥികൾക്ക് 205 രൂപയും ജനറൽ മറ്റ് കാറ്റഗറിയിൽ വരുന്ന വിദ്യാർത്ഥികൾക്ക് 495 രൂപയുമാണ് അടയ്ക്കേണ്ടി വരുന്നത്. അപ്പോൾ കേരളത്തിലെ മറ്റ് സർവകലാശാലകളായ കണ്ണൂർ, കേരള, കാലിക്കറ്റ്, MG ഇപ്പം മറ്റ് സർവകലാശാലകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് തേർഡ് സെമസ്റ്റർ യൂണിവേഴ്സിറ്റി ട്രാൻസ്ഫറിന് വേണ്ടി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലേക്ക് ട്രാൻസ്ഫർ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുമെന്നുള്ളത് ഓർത്തിരിക്കേണ്ടതാണ്. അപ്പോൾ ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ആണ് നാലാം സെമസ്റ്റർ വാല്യൂഷൻ ജൂലൈ മാസം 28 ഇന്നലെ മുതൽ ആരംഭിച്ചു. അപ്പോൾ പ്രിയ വിദ്യാർത്ഥികൾ ചോദിച്ചിരുന്നു വാല്യൂഷൻ്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന്. പ്രിയ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്നുള്ളത് എന്താണ്, അത്യാവശ്യം നല്ല പോയിന്റ്സ് രീതിയിൽ ഉത്തരങ്ങൾ വന്നിട്ടുള്ള രീതിയിൽ വിദ്യാർത്ഥികൾക്ക് മാർക്ക് ഇടും എന്ന് ഓർത്തിരിക്കുക. ഒരു ചീഫ് ഉണ്ടാവും. ആ ചീഫിൻ്റെ നിർദ്ദേശപ്രകാരമായിരിക്കും അധ്യാപകർ വാല്യൂഷൻ നടത്തുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഒരു ചോദ്യം കണ്ടു കഴിഞ്ഞാൽ ഉത്തരത്തോട് എത്രത്തോളം രീതിയിൽ ആ വിദ്യാർത്ഥിക്ക് പ്രതികരിക്കാൻ സാധിച്ചു, പോയിന്റ് ആയിട്ടാണോ എഴുതിയത്, മെയിൻ പോയിന്റ്സിന് അടിവരയിട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ പ്രധാനമായും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മാർക്ക് ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. എന്താണെങ്കിലും വാല്യൂഷൻ ക്യാമ്പ് ആരംഭിച്ചിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യപ്പോൾ ഫൗണ്ടർ സബ്സ്ക്രൈബ് താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.